യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡിവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകാൽ കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ എന്താണ് ശരിയായിട്ടുള്ള ആരാധന, അത് പുതിയ നിയമ വെളിപ്പാടിലുള്ള യഥാർത്ഥ ആരാധന എന്താണെന്ന് യേശു നിർവചിക്കുകയായിരുന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരണം. അത് നമ്മൾ ആത്മാവിനാൽ നയിക്കപ്പെട്ട്, ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അവർ ആത്മാവിനെ നയിക്കപ്പെട്ട് അവർ ദൈവവചന പ്രകാരവും ആയിരിക്കണം നമ്മളുടെ ആരാധന അല്ലെങ്കിൽ നമ്മുടെ ജീവിതം. പലപ്പോഴും ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അവർക്ക് തോന്നിയതുപോലെ, അതായത് അവർക്കൊരു പ്രത്യേക തോന്നൽ തോന്നിയിട്ട് അവർ പറയും, യെസ്, ആത്മാവ് എന്നെ നയിക്കുന്നു. ചിലർ പ്രസംഗിക്കുന്ന അങ്ങനെയാണല്ലോ, ദൈവത്തിന് ആത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്, ബെരോവയിലുള്ള ആളുകളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, അവർ വചനം കേൾക്കുക മാത്രമല്ല വചനം അപ്രകാരമാണോ എന്ന് തിരുവഴുത്തിലൂടെ പരിശോധിക്കുകയും ചെയ്തു. അത് കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്നതായ സത്യത്തിലുള്ള ആരാധനയാണ്. അതായത് ദൈവവചനം പരിശോധിച്ച് ദൈവവചന പ്രകാരം ആണോ എന്ന് അവർ പരിശോധിക്കുന്നു. ദൈവത്തിന് ആത്മാവ് എന്നോട് പറയുന്നത് പോലെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ അവർ ആ അവകാശപ്പെടുന്ന കാര്യത്തെ ദൈവവചനവുമായിട്ട് നമ്മൾ തുലനം ചെയ്തു നോക്കണം. ദൈവവചനം പറയുന്നത് പോലെ അത് ഒക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും ദൈവീകമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഏത് ആത്മാവാണ് എന്ന് തിരിച്ചറിയുന്നത്. അല്ലാതെ വരുന്ന എല്ലാ ആത്മാവിനെയും നമ്മൾ വിശ്വസിക്കരുത്. പലരും ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കൽ വരും. പക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടത് അത് തിരുവചന പ്രകാരമാണോ, അവർ ആത്മാവിന്റെ ഫലമാണോ പുറപ്പെടുവിക്കുന്നതെന്ന് നമ്മൾ ദൈവവചനം വെച്ച് പരിശോധിക്കണം. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ആരാധന അനുസരണത്തോടും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയോടും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ അർത്ഥം, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതും അതേപോലെ തന്നെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതും, അതായത് ദൈവത്തെ നമ്മൾ സെർവ് ചെയ്യുന്നതും നമ്മളുടെ ആരാധനയുടെ അവിഭാജ്യമായ ഘടകങ്ങളാണ്. പലരും അവർ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്ത് പ്രകടിപ്പിച്ച് കാണിക്കാറുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവവചനത്തെ അനുസരിക്കാനും അതേപോലെ തന്നെ ദൈവത്തെ ശുശ്രൂഷിക്കാനും അഥവാ ദൈവത്തിന് സേവ ചെയ്യുവാനും കഴിയാത്തവരായി മടി കാണിക്കുന്നവരായി മാറാറുണ്ട്. ശരിയായിട്ടുള്ള ആരാധന ജീവിതം കൊണ്ട് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് അനുസരണ മനോഭാവവും അതേപോലെ തന്നെ ദൈവവേല, ദൈവത്തിന് ശുശ്രൂഷ, സുവിശേഷ പ്രവർത്തനങ്ങൾ, സുവിശേഷ വേല അവർ ചെയ്യുവാനിടയായിത്തീരും. സുവിശേഷ വേല ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കരുത്, നമ്മൾ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഉപദേശിമാരും പാസ്റ്റർമാരും ഒക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അച്ഛന്മാരും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണെന്നുള്ളത്. അത് മാത്രമല്ല, ദൈവത്തെ ഏതൊരു അളവിൽ നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുശ്രൂഷിക്കുന്നുവോ അതെല്ലാം തന്നെ ദൈവീക ശുശ്രൂഷയുടെ ഭാഗമാണ്. ഒരു രോഗിയായ വ്യക്തിയെ നമ്മൾ പോയി കണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് പകരമായി നമ്മൾ അവിടെ പോയി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ ഒരാളെ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം ദൈവത്തിന്റെ സ്ഥാനത്തു നിന്നാണെങ്കിൽ വി ആർ സെർവിങ് ഗോഡ്, നമ്മൾ ദൈവത്തെ സേവിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഇത് സംബന്ധിച്ചുള്ള ചില വാക്യങ്ങളാണ് ഞാൻ ഇന്ന് വായിച്ച് നമ്മൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നാം ദൈവത്തെ സ്നേഹിച്ചു അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിയാൻ സാധിക്കും? അത് അറിയുന്നത് നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിച്ച് നടക്കുമ്പോഴാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ആത്മാവിന്റെ ഫലമായ സ്നേഹം ആ വ്യക്തിയിൽ പുറപ്പെടും.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയം, നമ്മൾ ദൈവവചനം അനുസരിക്കുന്നത് വഴി നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തിന് വളരെ പ്രസാദകരമേറിയ കാര്യമാണ്. ഞാൻ പലപ്പോഴും മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധം, അത് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധവുമായിട്ട് ചിത്രീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മുടെ മക്കൾ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ അവർ ചെയ്യുമ്പോൾ, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ ഭവനത്തിലും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ നമുക്ക് അവരോട് ഒരു സന്തോഷം തോന്നുകയില്ലേ? ഒരു പ്രായമുള്ള ഒരാൾ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അവർ എഴുന്നേറ്റ് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് അവരുടെ ആ പ്രവൃത്തിയിൽ ഒരു സന്തോഷം തോന്നുകയില്ലേ? നമ്മുടെ മക്കൾ നമ്മോട് പറയാം, അപ്പാ ഞാൻ ഈ ചെയ്ത പ്രവൃത്തി കണ്ടോ, അപ്പയ്ക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമോ? ഇല്ല. മറിച്ച് അവരുടെ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ, നാം ദൈവത്തെ സ്വയമേവ അനുസരിക്കുമ്പോൾ, വോളണ്ടറി ആയിട്ട് സ്വമേധയ നാം അനുസരിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമാകുന്നു. ഞാൻ എപ്പോഴും ഒരു പിതാവ് എന്നവണ്ണം എൻ്റെ മക്കളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവർ മറ്റുള്ളവരുടെ എങ്ങനെയാണ് പെരുമാറുന്നത്, അവർ ആത്മീകമായ ശുശ്രൂഷയിൽ അവർ എപ്രകാരമാണ്, ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ അവർ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തും ദൈവവചനത്തിൻ്റെ ആ ഒരു നിലവാരത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അവർണ്ണനീയമായ സന്തോഷമാണ്. ഇതുപോലെ തന്നെ നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ അപ്രീസിയേഷൻ കിട്ടിയില്ലെന്നിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് ദൈവത്തെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ട്. ഒരു പിതാവിന് മക്കളുടെ പ്രവൃത്തി എത്രത്തോളം സന്തോഷകരമാകുന്നോ അത്രത്തോളം സന്തോഷകരമാകും. അല്ല, അതിനേക്കാളേറെ ദൈവത്തിന് സന്തോഷകരമാകും. അതേപോലെ തന്നെ നേരെ തിരിച്ചു, അവർ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, അവർ നമുക്ക് ഇഷ്ടപ്പെടാത്തതായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ എത്രത്തോളം വ്യസനിക്കുന്നു, എത്രത്തോളം ഭാരപ്പെടുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നുപോയി, അതേ നമ്മൾ ലോകപ്രകാരം ജീവിച്ച് നമ്മൾ പിശാചിന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് ദൈവവചനത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രത്തോളം ദുഃഖം നമ്മൾ ദൈവത്തിന് സമ്മാനിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു, ദൈവം മണക്കുന്നവനാണ്, ദൈവം ശ്വസിക്കുന്നവനാണ്, ദൈവം ചിന്തിക്കുന്നവനാണ്, ദൈവം വിഷമിക്കുന്നവനാണ്, ദുഃഖിക്കുന്നവനാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മെപ്പോലെ തന്നെയുള്ള ഇങ്ങനെയുള്ള വികാരങ്ങൾ ദൈവത്തിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ മാതാപിതാക്കളെ മക്കൾ സന്തോഷിപ്പിക്കുന്ന പോലെ, പ്രസാദിപ്പിക്കുന്ന പോലെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. അതിന് നമുക്ക് വേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒബീഡിയൻസ്, അനുസരണം എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 5:3 നമ്മളിങ്ങനെ വായിക്കുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം, അവന്റെ കൽപ്പനകൾ ഭാരം ഉള്ളവയല്ല. ഇതെന്തുകൊണ്ടാണ് അപ്പോസ്തലൻ യോഹന്നാൻ പറയുന്നത്? യോഹന്നാൻ അത് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. എന്ന് മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് ആഹ്വാനം ചെയ്തില്ലേ? അതുപോലെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, എൻ്റെ മുഖം മൃദുവും എൻ്റെ ഭാരം ലഘുവുമാകുമെന്ന് യേശു പറഞ്ഞില്ലേ? ഇത് പറയുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ കൽപ്പനകൾ വളരെ ലളിതമാണ്, അത് നമുക്ക് അനുസരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ള ആ ഒരു ഉറപ്പാണ് കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ വിപരീതമായി നമ്മൾ പലപ്പോഴും എന്താ ചിന്തിക്കുന്നത്? ആർക്ക് ദൈവവചനപ്രകാരം ജീവിക്കാൻ സാധിക്കും? ആർക്ക് ഈ കൽപ്പനകളെ അനുസരിക്കാൻ കഴിയും? ഈ ഭൂമിയിൽ നമുക്കിതൊക്കെ സാധിക്കുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലേക്കാണ് വരുന്നത്, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നല്ല അർത്ഥം. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ സഹായിപ്പാനുണ്ട്. അവൻ്റെ കൽപ്പനകളെ നാം അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഭാരമുള്ളതെന്ന് തോന്നിയാലും നമ്മുടെ ആ ഭാരത്തെ ലഘൂകരിക്കുവാൻ നമുക്ക് സഹായകനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്, അവൻ്റെ കൽപ്പനകൾ നമുക്ക് ഭാരമുള്ളതല്ല. അടുത്തത് യെശയ്യാ പ്രവചനം 1:19 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദൈവത്തെ അനുസരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. ലൂക്കോസ് 6:46 നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും
ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. കാരണം വർഷിപ്പിൽ, ആരാധനയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ കർത്താവേ എന്ന് വിളിക്കുന്നു. എൻ്റെ ജീവൻ്റെ അധിപതിയെ, എന്നെ നയിക്കുന്നവനെ, എൻ്റെ കർത്താവേ എന്ന് നമ്മൾ വിളിക്കുന്നു. പക്ഷെ അതേസമയം തന്നെ നമ്മൾ അവനെ അനുസരിക്കുന്നില്ലെങ്കിൽ ആ വർഷിപ്പ് ഒരു പ്രയോജനമില്ലാതായി മാറുന്നു. നമ്മൾ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ദൈവം വിഷമിക്കുക. എന്താ കാരണം? നമ്മൾ ഈ പറയുന്നത് വെറുതെ പറയുന്നത്. നമ്മൾ ഒരിക്കലും ദൈവത്തെയോ ദൈവവചനത്തെയോ അനുസരിക്കാതെ നമ്മൾ ദൈവത്തെ വെറുതെ കർത്താവെന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഇവിടെ വളരെ പ്രധാനമായി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ശുശ്രൂഷിക്കുന്നവരായി തീരണം. നമ്മൾ കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് മുന്നേറുന്നവരായിരിക്കണം. ധാരാളം വാക്യങ്ങൾ ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുണ്ട്. ദൈവം എന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ വാസ്തവമായിട്ടും ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ഞാൻ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നുവെന്ന് എനിക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. ആ ഒരു നിലയിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഈ സമയം നിങ്ങൾ കേൾക്കുന്നത് പ്രഭാതത്തിലാണോ, ഉച്ചയ്ക്കാണോ, വൈകുന്നേരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ സമയം ഏതാണെങ്കിലും ഇന്ന് നിങ്ങളെ തിരുന്ന് പരിശോധിക്കണം. ഞാൻ വാസ്തവമായിട്ടും എൻ്റെ പിതാവായ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? മാതാപിതാക്കളെ മക്കൾ അനുസരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന സന്തോഷം ദൈവത്തിന് ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ അനുസരിക്കുന്നത് എപ്പോഴും എൻ്റെ ജീവിതത്തിന് നന്മയാണ്, അനുഗ്രഹമാണ്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരാധന ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലാണ്. കേവലം പാട്ടോ ഒച്ച വെച്ചുള്ളതായ ബഹളങ്ങളോ അല്ല വിടുതലിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്. അതേ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ നോഹ ജലപ്രളയാനന്തരം അവൻ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ യാഗത്തിൻ്റെ സുഗന്ധം സ്വർഗത്തിലേക്ക് എത്തി ദൈവം മണത്തപ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു, ഇനി മേലാൽ ഞാൻ ഭൂമിയെ വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിക്കുകയില്ല. അതേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകട്ടെ. അതെ, ദൈവത്തെ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ അനുസരണത്തിലൂടെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങൾ ഇപ്രകാരമുള്ള വാക്യങ്ങൾ വായിക്കാറുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് ഇന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ ജീവിതം ഒരു ആരാധനയായിട്ട് മാറുവാൻ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഇന്ന് ഞങ്ങൾ ചിന്തിച്ചത്, അനുസരണം. ദൈവവചനം ഞങ്ങൾ പാലിക്കുക വഴി അങ്ങേ അനുസരിപ്പാനും അങ്ങേ പ്രസാദിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുവാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.